ചപ്പാത്ത് ആലടി പൊരികണ്ണി നിവാസികൾക്ക് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിൽപ്പെടുത്തി പാലം നിർമ്മിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. ചപ്പാത്തിലെത്തിയ എംപിക്ക് പൊരികണ്ണിയിലെ കുട്ടികൾ നൽകിയ നിവേദനത്തെ തുടർന്ന് ഇടുക്കി വിഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ വഴി നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയാണുള്ളതെന്നും എം പി പറഞ്ഞു. ഒരു നാടിന്റെ തന്നെ യാത്രാമാർഗം ഇല്ലാതായിട്ട് 7 വർഷം കടന്നു പോകുകയാണ്. പൊരികണ്ണി നിവാസികളുടെ നടപ്പാലം പ്രളയമെടുത്തത് 2018-ലാണ്. ഇതോടെ ചെങ്ങാടത്തിലാണ് ഇവർ പെരിയാർ മുറിച്ചു കടന്ന് മലയോര ഹൈവേയിലെത്തി യാത്ര തുടരുന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടിയിലായിരുന്നു ഇവരുടെ നടപ്പാലം ഉണ്ടായിരുന്നത്. പ്രളയം പാലം കവർന്നെടുത്തതോടെയാണ് ഞാണിന്മേലുള്ള യാത്ര തുടങ്ങിയത്. പാലത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് 9 ലക്ഷം രൂപ അനുവദിച്ചതായി ഒരു ഫ്ലക്സ് ഉയർന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇത് അപ്രത്യക്ഷമായി. പിന്നെയും MP, MLA എന്നിവരുടെ പിന്നാലെ ഒരു നടപ്പാലമെങ്കിലും നിർമ്മിക്കാൻ നിവേദനമായി നടന്നു. എന്നാൽ ഒരുപിടി വാഗ്ദാനങ്ങളിൽ ഇതെല്ലാം ഒതുങ്ങി. കഴിഞ്ഞ ദിവസം ചപ്പാത്തിലെത്തിയ MPക്ക് പൊരികണ്ണിയിലെ കുട്ടികൾ ചേർന്ന് നിവേദനം വായിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പാലം PNGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനം നടന്നുവരികയാണെന്ന് ഇടുക്കി വിഷനോട് MP പറഞ്ഞത്. സ്കൂളിൽ പോകാനുണ്ടായിരുന്ന ഏക ആശ്രയം ഒരു നടപ്പാലമായിരുന്നു. 2018-ലെ പ്രളയത്തിൽ ആ നടപ്പാലം ഒഴുകി പോവുകയും അന്നു മുതൽ അക്കരെ കടക്കുന്നതിനായി ജീവൻ പണയം വെച്ച് പെരിയാറിന് കുറുകെ ചെങ്ങാടത്തിലാണ് ഞങ്ങളുടെ യാത്ര. അതിശക്തമായ മഴ പെയ്യുകയും പെരിയാറ്റിൽ വെള്ളം കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ വർഷവും ചെങ്ങാടം ഒഴുകി പോകും. ആലടി പാലം ഉൾപ്പെടെ ആ പദ്ധതിയിൽ വന്നതായിരുന്നു. പക്ഷേ അതിനുശേഷം യാതൊരു തരത്തിലുള്ള ഇടപെടൽ റീബിൽഡ് കേരളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ദുരിതം എന്ന് പറയുന്നത് കഴിഞ്ഞ 6-7 വർഷക്കാലമായി യാതൊരു സമാനതകളില്ലാത്ത വിധത്തിലാണ്. കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പോകുന്നത് ചങ്ങാടത്തിലും വള്ളത്തിലുമൊക്കെയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് അവിടെയുള്ള ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതിയിലൂടെ അവിടെ ഒരു പാലം നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിലാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൂർത്തീകരണം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത്. ഫേസ് 4-ൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ശുപാർശ സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നാകെ ഇപ്പോൾ കേരള ഗവൺമെൻറ് വഴി അതിൻ്റെ പ്രപ്പോസൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ നടപടിയിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂൾ കുട്ടികളും പ്രായം ചെന്നവരുമെല്ലാം ചെങ്ങാടം വലിച്ചാണ് അക്കരെ ഇക്കരെ കടക്കുന്നത്. വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇതുവഴി കുട്ടികളും പ്രായം ചെന്നവരുമെല്ലാം യാത്ര ചെയ്യുന്നത്. 2015-ൽ തകർന്ന പാലം പുനർനിർമ്മിക്കാൻ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. അതിനാലാണ് കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതെന്നും MP പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.